ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രാർത്ഥനാസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് മുംബൈയിലേക്കാട്ടോ പോകാൻ പോകുന്നത്. ഒരു വെക്കേഷനായിട്ടൊരു ട്രിപ്പെല്ലാം അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഫ്ലൈറ്റ് 1:30 ആയിരുന്നെങ്കിലും കുറച്ച് ലേറ്റായി. അപ്പം നമ്മൾ ചെക്കിനെല്ലാം ചെയ്തിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പം നമ്മൾ അവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് നമ്മളെ ഫ്ലൈറ്റ് കാണാം കേട്ടോ. ഇൻഡിഗോയിലായിരുന്നു പോയിരുന്നത്. അപ്പം ഫ്ലൈറ്റ് കയറിയാൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ഞാൻ കയറിയപാട് തന്നെ ഇയർഫോണും വെച്ച് ഡൗൺലോഡ് ചെയ്ത വീഡിയോ കാണാൻ തുടങ്ങി. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം കണ്ടൊരു അടിപൊളി വ്യൂ ആയിരുന്നു ഇത്. സൺസെറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മുംബൈയിൽ ഇറങ്ങിയ ശേഷം അപ്പൻ്റെ ഫ്രണ്ട് കൂട്ടാൻ വന്നു. അപ്പോൾ അവരെ മൂലം ഞാൻ നല്ല കമ്പനിയായി. അതിനുശേഷം നമ്മൾ റൂമിലെത്തി. അപ്പം പിറ്റേന്ന് രാവിലെ നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. സത്യം പറഞ്ഞാൽ അവിടെ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെയാണ് നമ്മൾ അറിയുന്നത് അവിടെ എല്ലാവരും ലേറ്റായിട്ട് എണീക്കാന്നല്ലോ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അപ്പം തന്നെ നമ്മൾ അമ്പലത്തിലേക്കാണ് പോയത്. ഒരു ശിവക്ഷേത്രത്തിലേക്കായിരുന്നു പോയിരുന്നത്. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നല്ലോണം പ്രാർത്ഥിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് ഞങ്ങൾ എൻ്റെ അപ്പൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാട്ടോ പോയത്. അതായത് ഫ്ലാറ്റിലേക്ക്. അപ്പോൾ അവരുടെ മക്കളുമായിട്ട് നല്ല കമ്പനിയായി. അപ്പോൾ അവരെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയതിനെ കണ്ടൊരു വ്യൂ ആണ് ഇതെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അമേസ് ആയിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അതിനുശേഷം നമ്മൾ അന്ന് രാത്രി തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലും താജ് ഹോട്ടലും കാണാൻ വേണ്ടി പോയി. അപ്പം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. രണ്ടും അടുത്തടുത്താണ് ഉള്ളത്. അപ്പം താജ് ഹോട്ടൽ പുതിയതും പഴയതാണത്. അപ്പം ഞാനും ഹവയും കൂടി കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. അപ്പം നമ്മൾ പോയ സമയത്ത് അവിടെ ലേസർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ അവിടെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മൾ താജ് ഹോട്ടലിൻ്റെ മുമ്പ് ഞാൻ ഉള്ളിൽ കയറി. അതിനുശേഷം നമ്മൾ അവിടുത്തെ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. പിന്നെ നമ്മൾ ഡിന്നർ കഴിച്ചത് ബർഗറായിരുന്നു. അപ്പം വരുന്ന വഴി നമ്മൾ കോസ്റ്റൽ റോഡ് കണ്ടു. അതായത് കടലിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതായത് കാറിലും പോകുന്നത്. അപ്പോൾ അത് ശരിക്കും നമുക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അതിനുശേഷം സെക്കൻഡ് ഡേ നമ്മൾ കൊലാബ കോസ്ബേയിലേക്കും ദാദറിലേക്കുമാണ് കേട്ടോ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകാൻ ചൂസ് ചെയ്തിരുന്നത്. കാരണം അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം ഞാനിത് ഫോൺ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ദാദറിൽ ഇറങ്ങിയാൽ അവിടുത്തെ തിരക്ക് ഭയങ്കരമായിരുന്നു. എനിക്ക് തോന്നി നമ്മളെ അടുത്തൊന്നും ഒന്നും അല്ലാന്ന്. അപ്പോൾ നമ്മൾ ടാക്സി വിളിച്ച് പോകുന്ന സമയത്ത് അംബാനീൻ്റെ വീട് കണ്ടു. അംബാനീൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ നല്ല സൂപ്പറായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി കണ്ടു. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദാദറും കൊലാബ കോസ്റ്റയും കണ്ട് നമ്മൾ കൊലാബയിൽ നിന്ന് നമ്മൾ ഛത്രപതി ശിവജി ടെർമിനൽ സ്റ്റേഷനിലേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുകയല്ല, ശരിക്കും നല്ല ഹിസ്റ്റോറിക്കലായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് കുറേ നേരം ആ ഭാഗത്തുനിന്ന് ചുറ്റിപ്പറ്റി നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് മെട്രോയിലേക്ക് നടന്നു പോകുന്ന വഴി നമ്മൾ അവിടുത്തെ കോട്ട് കണ്ടു. അപ്പം നമ്മൾ അവിടെ ഒരു വക്കീലിനോടെല്ലാം സംസാരിച്ച് പിന്നെ മെട്രോ കയറി സിദ്ധിവിനായക ടെമ്പിളിലേക്ക് പോയി. അപ്പം അതിനുശേഷം നമ്മൾ റൂമിലെത്തിയാൽ ടി വി ആണെന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടി വി എടുപ്പാലും എനിക്ക് കാണുന്നതാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ മുംബൈ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തി. അപ്പം അതും നല്ല തന്നെയാണ്, ഭയങ്കര ഭംഗി, നല്ല ഭംഗിയുണ്ട് ആ എയർപോർട്ട് കാണാനും. അപ്പം അവിടെ നമ്മൾ രാവിലെ തന്നെ ആയിരുന്നു, ഒരു 12:30 എങ്ങാനായിരുന്നു ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് നല്ലോണം ലേറ്റ് ആയിരുന്നു. എയർപോർട്ട് കണ്ടൊരു സംഭവമാണിത്, ഒരു ബേർഡ് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ബൈ ബൈ.